എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് വ്യത്യസ്തകരമായ വഴി ദൈവം തുറക്കണം എന്ന്. ഇന്നത്തെ സന്ദേശം ഈ ദിവസങ്ങളിൽ ദൈവം നിനക്ക് വ്യത്യസ്തകരമായ ചില വഴികൾ തുറക്കാൻ പോകുന്നു. 25-ാം സങ്കീർത്തനത്തിലെ 4-ാമത്തെ വാക്യം, യഹോവേ നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ, നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ നിന്റെ വഴി എന്നെ അറിയിക്കണം. സ്തോത്രം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, കർത്താവേ നിന്റെ വഴി എന്നെ ഒന്ന് അറിയിക്കണം. വഴി അടഞ്ഞുപോയ ചിലരെ ഞാൻ കാണുകയാണ്, വഴി അടഞ്ഞുകൊണ്ടിരിക്കുന്ന ചിലരെ ഞാൻ കാണുകയാണ്, വഴി അടച്ച് പൂട്ടിയിരിക്കുന്ന ചിലരെ കാണുക. ഈ ദിവസങ്ങളിൽ വ്യത്യസ്തകരമായ ചില വഴികൾ നിനക്ക് തുറക്കാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. ഏലിയാവിനെ ദൈവം കാക്കയിലൂടെ അപ്പവും ഇറച്ചിയും കൊടുത്ത് പോഷിച്ചു. പക്ഷെ ആ വഴി അടഞ്ഞപ്പോ അതിനേക്കാൾ ശ്രേഷ്ഠമേറിയൊരു വഴി സാരാഫാത്തിൽ ദൈവം തുറന്നു. ആ വഴിയും പെട്ടെന്നറിഞ്ഞപ്പോൾ അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു വഴി ദൈവം തുറന്നു. ദൂതന്മാർ, സ്തോത്രം, ഏലിയാവിന് അപ്പം കൊടുത്തു. അപ്പൊ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, സ്തോത്രം, ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധി വരുമ്പോഴും ചില വഴികൾ അടയുമ്പോൾ പേടിക്കരുത്, അത് വേറെ വഴി തുറക്കാനാണ്. ഇന്ന് ഈ വചനം കേൾക്കുന്ന ചിലരോട് ഞാൻ പറയാം, ദാവീദിനെ പോലെ നീയും പ്രാർത്ഥിക്കണം, കർത്താവേ നിന്റെ വഴി എന്നെ അറിയിക്കണം. അതിന്റെ 9-ാമത്തെ വാക്യത്തിലുണ്ട്, സൗമ്യതയുള്ളവർക്ക് തന്റെ വഴിയെ അവൻ പഠിപ്പിച്ചു കൊടുക്കും. അവൻ ദൈവം നീ പോകേണ്ട വഴി നിനക്ക് പഠിപ്പിച്ചു തരും. അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ തെരഞ്ഞെടുക്കേണ്ടുന്ന വഴി അവൻ കാണിച്ചു തരും. അപ്പൊ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം, വഴി എന്നെ അറിയിക്കണം, വഴി എന്നെ പഠിപ്പിക്കണം, വഴി എനിക്ക് കാണിച്ചു തരണം. ഈ 3 കാര്യം പ്രാർത്ഥിക്കൂ. കർത്താവേ നിന്റെ വഴി എന്നെ അറിയിക്കണം. മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുക, നിനക്കെന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണം. ഹല്ലേലൂയ. നിന്റെ വഴി എന്നെ പഠിപ്പിക്കണം, നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണം. ഈ ദിവസങ്ങളിൽ ദൈവം നിനക്ക് പുതിയ വഴിയെക്കുറിച്ച് അറിയിപ്പ് തരാൻ പോകും. ദൈവം ഈ ദിവസങ്ങളിൽ നിനക്ക് പുതിയ വഴി പഠിപ്പിക്കാൻ പോകും, പുതിയ വഴി കാണിച്ചു തരാൻ പോകും. കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കും. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ മുമ്പിൽ എല്ലാ വഴികളും അടയപ്പെട്ടു. അങ്ങ് ഞങ്ങൾക്ക് പുതിയ വഴിയെക്കുറിച്ച് അറിയിപ്പ് തരാമെന്ന് പറഞ്ഞു. ഞങ്ങളെ പുതിയ വഴി പഠിപ്പിക്കാമെന്ന് പറഞ്ഞല്ലോ, പുതിയ വഴി കാണിച്ചു തരാമെന്ന് പറഞ്ഞു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവർക്ക് പുതിയ വഴി കാണിച്ചു കൊടുക്കണം, പുതിയ വഴി പഠിപ്പിച്ചു കൊടുക്കണം, പുതിയ വഴി അറിയിച്ചു കൊടുക്കണം. അവരെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിശ്ചയമായും പുതിയ വഴിയെ ദൈവം അറിയിച്ചു തരും, പുതിയ വഴിയെ ദൈവം പഠിപ്പിച്ചു തരും, പുതിയ വഴിയെ ദൈവം കാണിച്ചു തരും. ഗോഡ് ബ്ലെസ് യു.